യുറേനിയം വിട്ടുകൊടുക്കില്ലെന്ന് ഇറാൻ ആവർത്തിച്ചു. അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായം പറയുകയും വ്യത്യസ്ത രാഷ്ട്രങ്ങൾക്ക് പിന്തുണ നൽകുന്ന തരത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുകയാണ്. 36 മരണം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചു. 36 കുട്ടികൾ ഇസ്രായേലിൻ്റെ ആക്രമണത്താൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന് ഔദ്യോഗിക ടെലിവിഷനിലൂടെ ഇറാൻ പ്രസ്താവന ഇറക്കി. ഇപ്പോൾ ഹീനമായിരിക്കുന്ന ഈ വിഷയം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ രാജ്യത്തിലെ ഭരണാധികാരിയും വ്യത്യസ്ത തരത്തിലാണ് അതിനെ പ്രതികരിച്ചത്. ഹീനമായ പ്രവൃത്തിയെന്ന് നോർവേയും ബെൽജിയവും ഫിൻലൻഡും പ്രതികരിച്ചു. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ നിലപാടും ഇങ്ങനെ തന്നെയാണ്. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ നടത്തിയിരിക്കുന്ന ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് ഈ 4 രാജ്യങ്ങളും സംയുക്തമായ രീതിയിൽ തന്നെ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഉക്രൈനിൽ നിന്ന് നിലപാട് വ്യത്യസ്തമായിട്ടാണ് പുറത്തു വരുന്നത്. ഉക്രൈൻ്റെ നിലപാട് പറയുന്നത് ഇറാൻ യുദ്ധം വിളിച്ചു വരുത്തുന്ന രീതിയിലാണ്, കീഴടങ്ങുന്ന രീതിയിലോ അതല്ലെങ്കിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയോ പരാമർശിക്കാൻ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം തിരഞ്ഞെടുക്കുന്ന രീതിയിലാണ് ഇറാൻ്റെ സമീപനം. അതുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ അമേരിക്കയും ന്യായീകരിക്കുകയും വെള്ളപൂശുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഉക്രൈൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പിന്തുണയോട് കൂടിയാണ്. അവരെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ നിലനിൽപ്പിനെ സാരമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ റഷ്യയുടെ ഒരു കൃത്യമായിരിക്കുന്ന ഒരു നിലപാട് ഇപ്പോൾ പുറത്തു വന്നത് ഇങ്ങനെയാണ്: അമേരിക്കയോടും ഇസ്രായേലിനോടും ഇറാനിൽ നിന്ന് പിന്മാറാനും ഇറാൻ ആക്രമിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ ഉക്രൈൻ്റെ ഒരു നിലപാട് ഇസ്രായേലിന് അനുകൂലമാണെങ്കിൽ റഷ്യയുടെ നിലപാട് ഇസ്രായേലിന് വിരുദ്ധമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ട് എന്ന് പറയുന്നത് തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടത്തുന്ന ഏത് സൈനിക മേഖലയുണ്ടെങ്കിലും ഏത് താവളമുണ്ടെങ്കിലും അതിനെ തങ്ങൾ ആക്രമിക്കും. അതിന് വലിപ്പച്ചെറുപ്പമെന്നോ ഈ അറേബ്യൻ രാജ്യങ്ങളെന്നോ മറ്റേതെങ്കിലും രാജ്യങ്ങളോ എന്നോ അങ്ങനെയൊന്നുമില്ല. തങ്ങൾ നിരീക്ഷിക്കുകയാണ്, ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഞങ്ങൾ ആക്രമിക്കാൻ സഹായിക്കുന്നവരും ഞങ്ങളുടെ ശത്രുക്കൾ തന്നെയാണ്. അഥവാ ഇസ്രായേലിനും അമേരിക്കയ്ക്കും തുല്യമാണ് എന്ന തരത്തിലും തിരിച്ചടി തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു. പിന്നീടുള്ള ഭാഗം ഈ തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് തെഹ്റാനിൽ നിന്ന് മാറാൻ വേണ്ടി, ജനങ്ങളോട് മാറാൻ വേണ്ടി ഇറാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ്റെ ഗവൺമെൻറ് പ്രതിനിധി തന്നെയാണ് പറഞ്ഞത് തെഹ്റാനിൽ തിങ്ങിക്കൂടിയിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും മേഖലയിൽ നിന്നും താൽക്കാലികപരമായിരിക്കുന്ന ഭാഗങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശത്തിലേക്കോ മാറണം. യുദ്ധം കനക്കാൻ പോവുകയാണ് എന്നാണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. കാര്യം തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവുമെല്ലാം ഇസ്രായേലും അമേരിക്കയും ആക്രമിച്ചത്. സമാനമായ രീതിയിലുള്ള ഒരു ആക്രമണം ഇനിയും ഇവിടേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ള ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ സ്കൂളുകൾക്ക്, സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നും നാളെ ഒരു പുതിയ ഉത്തരവ് വരുന്നവരെ അത് തെഹ്റാനെ മാത്രം ബാധിക്കുന്നതാണ്. മറ്റ് നഗര പ്രാന്ത പ്രദേശങ്ങളിലേക്കൊന്നും ഈ കാര്യത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം നടന്നായിരിക്കുന്ന വിവരമില്ല. രാജ്യം സുരക്ഷിതമാണെന്നും രാജ്യം സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണെന്നും എല്ലാവിധ ഭടന്മാരും വളരെ കൃത്യതയോടുകൂടി അവർ ആ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൽ തങ്ങൾക്ക് അഭിമാനമുണ്ട് എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ഔദ്യോഗികമായിട്ട് തന്നെ ലൈവായി വന്നുകൊണ്ട് പറഞ്ഞു. ഈ യുദ്ധം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. ആ പ്രതീക്ഷിച്ചതിനനുസരിച്ച് തന്നെ അല്ല, അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിൻ്റെ സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിലൂടെ തന്നെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ആവർത്തനങ്ങൾ പരമ്പരകളായിട്ട് തന്നെ ഉണ്ടാവും. തങ്ങളുടെ ആയുധം കീയെ വെച്ചിട്ടില്ല, അതിപ്പോഴും പ്രയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. 6-ലധികം തവണ എങ്കിലും ഇസ്രായേൽ നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ അത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യത്തെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആദ്യം ഒരു പ്രാവശ്യം സ്ഥിരീകരിച്ച് തന്നെ ഈ സംഭവം നടന്ന് 4ാമത്തെ ആക്രമണം നടന്നതിന് ശേഷമാണ്. പിന്നീട് 2ാമത് സ്ഥിരീകരിച്ചത് ഏകദേശം 6 ആക്രമണം നടന്നതിന് ശേഷമാണ് എന്ന് പറയപ്പെടുന്നു. ചില മേഖലകളിൽ വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടാവുകയും ബിൽഡിംഗ് തകരുകയും ആളപായം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത്. അവരുടെ തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ 3-ലധികം തവണത്തെങ്കിലും വൻ സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അറേബ്യൻ രാജ്യങ്ങളിലുള്ള പല മേഖലകളിൽ നടത്തിയിരിക്കുന്ന സ്ഫോടനം എന്ന് പറയുന്നത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അയൺ ഡോം പോലെയുള്ള അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പ്രതിരോധ കവചങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന്
ഈ പറയപ്പെട്ട മിസൈലിൻ്റെ മധ്യഭാഗം മുറിഞ്ഞ് താഴെ വീണ് പൊട്ടിത്തെറിച്ചതാണ് എന്ന് പറയുന്നു. പിന്നെ ചില ആളുകൾക്കൊക്കെ അതിൻ്റെ ചേളുകൾ പറ്റിയതാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, സൈനികർ താമസിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകളോട് പിന്മാറാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അപകടമുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അറേബ്യൻ മേഖല സാരമായിട്ടും ജോർദാനെയും ഇറാഖിനെയും ബാധിക്കുന്ന രീതിയിലേക്ക് യുദ്ധം ഇപ്പോഴും വ്യാപിക്കുകയാണ് എന്ന തരത്തിലാണ്. രണ്ടാം തവണ ഈ ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. 6-ലധികം തവണ ഇസ്രായേലിന് നേരെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിന് നേരെ തിരിച്ചടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യം, ചില മേഖലകളെല്ലാം ഇസ്രായേലിൻ്റെ വിമാനങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറാന് സാധിച്ചു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അത് ഏത് മേഖല എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. സൈനിക വിമാനം തകർന്നു വീണായിരിക്കുന്ന റിപ്പോർട്ടും സ്ഥിരീകരിക്കാത്തതുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഇപ്പോൾ ഇറാൻ പഠിച്ചു വരികയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓരോരോ മേഖലയിലും ഓരോരോ വിഭാഗത്തെ സജ്ജീകരിക്കുന്ന സംവിധാനമാണ് മുൻപായിട്ട് ഇറാൻ തുടങ്ങി വെച്ചത്. അത് ആ രീതിയിൽ തന്നെയാണ്. അഥവാ അറേബ്യൻ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അബ്രഹാം ലിങ്കൺ കപ്പലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്താനുള്ള സംവിധാനം, അതിനുള്ള എല്ലാ സെറ്റപ്പും ഒരു വിഭാഗത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. വല്ലാതെ വൈകാതെ അതിൽ തുടങ്ങാൻ സാധ്യതയുണ്ട്. അതിലിപ്പോൾ ഒരു ആക്രമണം അതിന് നേരെ വരാത്തതിന് പ്രധാനമായിരിക്കുന്ന കാരണം പറയുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് അമേരിക്കക്ക് നേരെ ആക്രമണം നടത്തുന്നത് എന്ന് അവർ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മെഡിറ്ററേനിയൻ കടൽ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പൽ 100-ലധികം ഈ കിലോമീറ്റർ നോട്ടിക്കൽ മൈലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖല അടുത്ത ലക്ഷ്യമാണ് ഇറാൻ്റെത് എന്നുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്, ഈ ആക്രമണത്തിൽ നിന്ന് ഒഴിവാകാൻ, കപ്പലിന് വലിയ രീതിയിൽ അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മേഖല കേന്ദ്രീകരിച്ചിട്ട് പിന്നോട്ടം മാറിയത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ കൗതുകം നിറഞ്ഞിരിക്കുന്ന ഒരു ആക്രമണമാണ് ഇറാൻ നടത്തിയത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ലോക രാജ്യങ്ങൾക്ക് പോലും ഇല്ലാത്ത വിധം ആക്രമണം ഒരേ സമയത്ത് തന്നെ വ്യത്യസ്ത രാജ്യങ്ങൾ, ഏകദേശം 8ഓളം രാജ്യങ്ങൾ ഒരേ സമയത്ത് ആക്രമിച്ചു. ഇസ്രായേൽ എങ്ങനെയാണോ ചെയ്യുന്നത് സമാനമായ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇറാൻ്റെ ഭാഗത്തുണ്ടായത്. ഇസ്രായേൽ ഒരേ സമയത്ത് ലെബനാൻ ആക്രമിക്കും, യമൻ ആക്രമിക്കും, പാലസ്തീൻ ആക്രമിക്കും, സിറിയ ആക്രമിക്കും. അങ്ങനെ ആ തരത്തിലാണ് 3, 4, 5 രാജ്യങ്ങൾ ഒരേ സമയത്ത് ആക്രമിക്കുന്ന രീതിയൊക്കെ സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു ആവർത്തനം ഇപ്പോൾ ഇറാൻ ചെയ്തിരിക്കുന്നു. 8ഓളം രാജ്യങ്ങൾ ഒരേ സമയത്ത് ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായിരുന്നാലും യുറേനിയം വിട്ടുകൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോ കീഴടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചോ അമേരിക്ക സ്വപ്നം കാണണ്ട എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്.